അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടൂറിസ്റ്റുകൾ വരാറുണ്ട് ഈ ഒരു സ്ഥലത്തെ തേടി. അപ്പോൾ ശരിക്കും ഇത് കറാക്കം ഡെസേർട്ടിൽ, ഈ ഒരു ഡെസേർട്ടിൽ ഇത്രയും രാത്രി ഇത്രയും അധികം വെളിച്ചമുണ്ടല്ലോ, ഒരു ശരിക്കും ഒരു എന്താണ് പ്രകൃതി നൽകിയ ഒരു സ്പോട്ട് ലൈറ്റ് എന്നതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു ഗ്ലോയിങ്, ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനം. അതെ അതെ അതെ. അപ്പോൾ അവിടെ ആ ഡെസേർട്ടിൽ ക്യാമ്പിംഗ് ഉണ്ട്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഈ തണുപ്പത്തും ഈ ഒരു ക്രേറ്ററിന്റെ ചുറ്റും, ക്രേറ്റർ ഓഫ് ഫയറിന് ചുറ്റും അതെ ഇവർക്ക് ക്യാമ്പിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഒരു അഡ്വഞ്ചർ ടൂറിസ്റ്റ് എഴുതിയിരുന്നു, അതായത് അതിലേക്ക് ടൂറിസ്റ്റുകളൊന്നും ഇങ്ങനെ ഒരു ക്രേറ്ററിലേക്ക് വീണതായിട്ടുള്ള അറിവുകളില്ല. എന്നാൽ പല മൃഗങ്ങളും ഈ രാത്രി തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എത്തുന്ന പല മൃഗങ്ങളും സ്വയം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന വെളിച്ചം കാണുമ്പോൾ അതിലേക്ക് ആകർഷിതരായി അതിലേക്ക് വീണു പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളും അതേ സ്പൈഡേഴ്സ്, ക്യാമൽ സ്പൈഡേഴ്സ് ഉണ്ടല്ലോ, ഈ ക്യാമൽ സ്പൈഡേഴ്സും ഒക്കെ അതിലേക്ക് വീണു പോകുന്നതാണ് പൊതുവെയുള്ള പതിവ് എന്ന് പറയാറുണ്ട്. എങ്കിൽ പോലും ഈ ടൂറിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു ക്രേറ്റർ ഓഫ് ഫയറിന് ചുറ്റും ഒരു ഫെൻസിങ് പോലുമില്ല. പെട്ടെന്ന് പകൽ സമയത്ത് ഈ ഒരു മരീചിക, ആ ഒരു മിറാജിന്റെ ഇടയിലൂടെയൊക്കെ കടന്ന് ഈ ഡെസേർട്ടിലൂടെ നടന്നു വരുമ്പോൾ പെട്ടെന്നായിരിക്കാം ഈ ഒരു സാധനത്തിന് ആ ഒരു ഹീറ്റ് അവർ അനുഭവപ്പെടുമെങ്കിലും അത് ആ ഒരു ചൂട്, വെയിലിന്റെ ചൂടും സമയത്തിന്റെ ചൂടാണോ അതെ എന്ന് വിചാരിച്ച് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള. അതെ 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 അതെ. അപ്പോൾ ആ ഒരു പെട്ടെന്നാണ് ഈ ഒരു ക്രേറ്റർ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ഇച്ചിരി ഭയാനകമാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് അങ്ങനെ ഒരു വോളോ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ആ രാജ്യക്കാർ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തതും. അതെ അതെ. എന്തായാലും ക്രേറ്റർ ഓഫ് ഫയറിനെ കുറിച്ച് കൂടുതൽ പറയാം അടുത്ത സെഗ്മെന്റിന് ശേഷം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ സംസാരിക്കുന്നത് ഈ തിലകം ചാർത്തുന്നത്, അഥവാ പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം കിട്ടുന്നത്, കുറി തൊടുന്നത്, ഗുണങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകതകൾ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് ഈ തിലകം എന്ന് പറയുമ്പോൾ ഈ വിശദീകരിച്ച് പറയുന്നതാണ് കുറി ചാർത്തുക. അപ്പോൾ തിലകം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, തിരുനെറ്റിയിലാണ് തിലകം ചാർത്തേണ്ടത്. അപ്പോൾ തിരുനെറ്റി എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? തിരുനെറ്റി. ഇപ്പോൾ കുട്ടി തൊട്ടിരിക്കുന്നത് തിരുനെറ്റിയിലാണ്. അതാണ് തിരുനെറ്റി എന്ന് പറഞ്ഞാൽ ഈ പിരികത്തിൻ്റെയും ഇതിൻ്റെ ഇവിടെ വരുന്നത്, അതാണ് തിരുനെറ്റിയിൽ. തിരുനെറ്റിയിൽ തിലകം ചാർത്തണം. അപ്പോൾ നമുക്ക് ചന്ദനം ചാർത്തുമ്പോൾ, ചന്ദനം ചാർത്താന്ന് പറഞ്ഞാൽ ചന്ദനം വൈഷ്ണവ ചൈതന്യത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതാണ് ചന്ദനം. അപ്പോൾ ഈ ചന്ദനം ചാർത്താന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ചന്ദനം ചാർത്താറുണ്ട്. അപ്പോൾ ഈ ചന്ദനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചന്ദനമൊന്നും അല്ല ചാർത്തുന്നത്. കാരണം ഇന്ന് കിട്ടുന്നത് ചന്ദനം എന്ന് പറഞ്ഞാൽ തരുന്ന കളഭം, ഈ കളഭം എന്ന് പറഞ്ഞ് തരുന്ന സാധനം ചുണ്ണാമ്പ് മാത്രമാണ്, കുമ്മായം കലക്കിങ് തരാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പെർഫ്യൂമൊക്കെ തളിച്ച് ചന്ദനത്തിൻ്റെ മണമാക്കി തരും. അപ്പോൾ ഒറിജിനൽ ചന്ദനം കിട്ടുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂർ പോയി തൊഴുവാണെങ്കിൽ അവിടെ ഭഗവാന് ചാർത്തിയ ചന്ദനം തന്നെ തരും. അത് ഒറിജിനൽ ചന്ദനമാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. അവിടെ നമ്മൾ നോക്കിയാൽ ആ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തും ഔദിക്കന്മാർ, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ, അല്ലെങ്കിൽ പൂജാരിമാരിൽ പെട്ടവർ, അവരൊക്കെ ചന്ദനം അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സദാസമയം. ഇങ്ങനെ ചന്ദന കട്ട തന്നെ അരച്ചരച്ച് അങ്ങനെ ചന്ദനമുണ്ട്. അവിടെ ശരിക്കും നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചന്ദനം അരച്ച് ഭക്തർക്ക് കൊടുക്കുന്ന ഒരു ക്ഷേത്രം ഗുരുവായൂർ തന്നെയാണ്. ആ തൊടാൻ തരുന്നത് ഒറിജിനൽ ചന്ദനമാണ്, ഭഗവാന് ചാർത്തി ചന്ദനം. അപ്പോൾ ആ ചന്ദനം തൊടുമ്പോൾ നമ്മൾ എന്ത് കുറി തൊടുമ്പോഴും ആദ്യം വിചാരിക്കുക എപ്പോഴും ഈ അണിവിരൽ കൊണ്ടായിരിക്കണം തൊടേണ്ടത്, അതായത് മോതിര വിരൽ കൊണ്ടായിരിക്കണം. അപ്പോൾ പൂർവ്വകാലത്ത് അതിന് ആചാര്യന്മാരൊരു മന്ത്രം തന്നിട്ടുണ്ട്. ഈ അണിവിരൽ കൊണ്ട് ഇത് എടുത്തിട്ട് മറ്റേ അണിവിരലിൽ തൊട്ടിട്ട് ഓം ചാന്ത് കാർത്തിയായനിയേ നമ എന്ന് പറഞ്ഞിട്ട് വേണം ശരിക്കും ഇത് തൊടാനായിട്ട്. ഓം ചാന്ത് കാർത്തിയായനിയേ നമ എന്ന് വെച്ചാൽ ആ ദേവിയെ ഒന്ന് സ്മരിച്ചിട്ട് തൊടാനാണ് പറയുന്നത്. ചാന്ത് കാർത്തിയായനിയേ നമ. അപ്പോൾ അതിന് പോലും ദേവതയുണ്ട്, അതിന് പോലും മന്ത്രമുണ്ട്. അപ്പോൾ ഇതൊക്കെ പല ആചാര്യന്മാരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടും പറയും നമ്മളെന്താ മണ്ടത്തരം വിളിച്ചോന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഓം ചാന്ത് കാർത്തിയായനിയേ നമ എന്ന് പറഞ്ഞിട്ട് വേണം ഈ ചന്ദനം തൊടേണ്ടത്. അപ്പോൾ ചന്ദനം തൊടുമ്പോൾ എപ്പോഴും വൈഷ്ണവമാണ്, അത് ഗോപി വരയ്ക്കാന്ന് പറയും. ആളുടെ ജീവിതം ഗോപി വരച്ചൊന്നല്ല, ഇങ്ങനെ ഗോപി വരയ്ക്കുക മുകളിലേക്ക്, അതാണ് ശരിക്കും ചന്ദനം ചാർത്ത്. അപ്പോൾ ചന്ദനം ചാർത്തുമ്പോൾ ഗോപി, അതായത് നമ്മൾ തിരുപ്പതിയിലൊക്കെയാണ് ഗോപി വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂർ എന്നാലും ഗോപി വരച്ചൊക്കെ ഒത്തിരി പേര് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ രീതി, ഗോപി വരയ്ക്കാം. അടുത്തത് കളഭം ചാർത്താന്ന് പറയും. കളഭം ചാർത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ കളഭം ചാർത്തണമെന്നുണ്ടെങ്കിൽ കളഭത്തിൻ്റെ കൂട്ട് തന്നെ ഈ കുങ്കുമപ്പൂവും
ചന്ദനവും കൂടി മിക്സ് ചെയ്താൽ അത് രണ്ടും കൂടി ചേർത്ത് വരുന്നതാണ് കളഭം. അല്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞ കുമ്മായക്കട്ട ആ സങ്കല്പമല്ല കളഭം. കളഭം എന്ന് പറയുന്നത് ഒറിജിനൽ കുങ്കുമപ്പൂവും ഒറിജിനൽ ചന്ദനവും ഇത് രണ്ടും സമാസമം എടുത്തിട്ട് മിക്സ് ചെയ്ത് അതാണ് ഒറിജിനൽ കളഭം. ഈ കളഭം തൊടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഗുണം കിട്ടുക. ഇന്ന് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെ കണ്ടിന്യൂഷൻ ഒരു 10-15 ദിവസം തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചൊറിച്ചിൽ ആരംഭിക്കും. പലർക്കും അലർജിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ കെമിക്കൽ തരുന്നതുകൊണ്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒറിജിനൽ കളഭമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് ആവും. കാരണം കുങ്കുമപ്പൂവ് ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല വിലയുണ്ട്. ഒരു ഗ്രാമിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സാധ്യമായ കാര്യമല്ല. അതിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് നമുക്ക് ഈ കളഭം തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആലുവ മണപ്പുറത്തൊക്കെ ബലിക്കൊക്കെ ഇരിക്കണ പല ആചാര്യന്മാരും പറയുന്നത് ഞങ്ങൾ ചന്ദനവും ജലമൊക്കെ കൊടുത്തിട്ടാണ്, അർഘ്യം കൊടുത്തിട്ടാണ് കർമ്മം ചെയ്യുന്നത്, എന്നാലും വിജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ മണ്ടന്മാരോട് നമുക്ക് പറയാനുള്ളത് ഇവർ ചന്ദനം എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവില്ല. കളഭം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം ഈ കുമ്മായക്കട്ട കൊണ്ടുവന്ന് ഇത്തിരി വെള്ളം തളിച്ച് ചന്ദനം എന്ന് പറഞ്ഞാൽ ആവും. ഒക്കെ നമ്മൾ അതിനൊരു സങ്കല്പമാണ്. അതായത് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടും പിന്നെ വിലയൊക്കെ ഉള്ളത് കൊണ്ട് അവർ സങ്കല്പമായിട്ട് സങ്കല്പിച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒറിജിനൽ സാധനമല്ല. അപ്പോൾ അത് തൊട്ടില്ലാന്ന് എഴുതിയോ തളിച്ചില്ലാന്ന് എഴുതി പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് ഒറിജിനലൊന്നും അല്ലല്ലോ. സ്വർണ്ണം എന്ന് എഴുതി കുറച്ച് മുക്കൊണ്ടം കൊണ്ടുവന്ന് അവിടെ കാണിച്ചു സ്വർണ്ണമാവോ? അപ്പോൾ സ്വർണ്ണത്തിന് സ്വർണ്ണം തന്നെ വേണം. മുക്കൊണ്ടം കാണിച്ചാൽ മുക്കൊണ്ടം കൊണ്ട് വല്ല കടയിലൊക്കെ അല്ലെങ്കിൽ ജ്വല്ലറി മറ്റേ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ബാങ്കിലൊക്കെ പണയം വെച്ചാൽ പോലീസ് പിടിച്ചും കൊണ്ടുപോകും. അപ്പോൾ അത് ഈ മൂഢവിശ്വാസത്തിലിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒറിജിനൽ കിട്ടിയാലേ ഒറിജിനലാവുള്ളൂ. അപ്പോൾ ഈ കളഭം ചാർത്തുക എന്ന് പറയുമ്പോൾ കളഭമാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ വരയ്ക്കും കളഭം. അപ്പോൾ അതും വൈഷ്ണവത്തിനും ശൈവത്തിനും കൂടിയിട്ടുള്ള സങ്കല്പമാണ്. രണ്ടിനും ഉപയോഗിക്കാം. അതാണ് ഇങ്ങനെ വട്ടത്തിൽ വരയ്ക്കും ഈ കളഭം ചാർത്ത. പിന്നെ അടുത്തത് കുങ്കുമം തൊടാന്ന് പറഞ്ഞാൽ ശരിക്ക് പൂർവികാചാര്യന്മാർ പറഞ്ഞ ഒറിജിനൽ കുങ്കുമം തൊടാന്ന് പറഞ്ഞു. ഒറിജിനൽ കുങ്കുമപ്പൂവിൻ്റെ കുങ്കുമം തൊടാം. അത് തൊടേണ്ടത് വട്ടത്തിലാണ്, വൃത്തം. കാരണം കുങ്കുമം ചാർത്തുന്നതെല്ലാം സ്ത്രീ ദേവതാ സങ്കല്പമാണ്. അപ്പോൾ എന്ത് തൊടുമ്പോഴും ഈ പറഞ്ഞ ചാന്ദകാർത്തിയായനിയെ നമാന്ന് പറഞ്ഞ് തൊടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത. അതേപോലെ ഒറിജിനൽ കുങ്കുമമാണ് തൊടുന്നതെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ ഒറിജിനൽ കുങ്കുമം തൊടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പൈസ ഉണ്ടായാൽ മാത്രം പോരാ, അത് ചിലവാക്കാൻ വേണ്ടി പഠിക്കണം. കാരണം ഇനി പൈസ ഉണ്ട് അത് ചിലവാക്കില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പൈസക്കാരെന്ന് കൊണ്ട് കാര്യമില്ല. അതിനുള്ള മനസ്സുള്ള ആർക്കും വേണമെങ്കിലും സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രാമിനും കണ്ട് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ സാധനം വിദേശത്തു നിന്ന് കിട്ടുക. ഗൾഫ് നാടുകളിലാണ് കുങ്കുമപ്പൂ ഒറിജിനൽ കിട്ടുക. അപ്പോൾ ചില നല്ല പൈസ ഉള്ള ആളുകളൊക്കെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ കുട്ടിക്ക് കുങ്കുമപ്പൂവ് കൊടുക്കും, കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവാൻ, അങ്ങനെയുള്ള സംഭവം. അതേപോലെ ഈ കുങ്കുമപ്പൂവിൻ്റെ കുങ്കുമം ഒറിജിനലായിട്ട് തിരുനെറ്റിയിൽ ചാർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ദേവിയോട് കൂടുതൽ അടുപ്പം, തിലകം ചാർത്തതിൻ്റെ കൂടുതൽ അടുപ്പം നമുക്ക് കിട്ടും. അതാണ് ഒറിജിനൽ കുങ്കുമം. പിന്നെ അടുത്തത് ഭസ്മമാണ്. ഭസ്മം എന്ന് പറയുമ്പോൾ ശിവസങ്കല്പത്തിലാണ് ഭസ്മധാരണം. അപ്പോൾ ഈ ഭസ്മം ധരിക്കുമ്പോൾ അത് സാധാരണ പട്ടയടിക്കാറ പതിവ്. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ മൊത്തം അങ്ങ് പട്ടവാരി പൂശി. അപ്പോൾ ഈ ഭസ്മം ധരിക്കാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എവിടെ വേണമെങ്കിലും ധരിക്കാം. മനുഷ്യൻ്റെ ഒരു പൂജയ്ക്ക് ഇരിക്കുന്ന പൂജാരി 12 ഭാഗങ്ങളിൽ ഇതെല്ലാം തൊട്ടിട്ട് വേണം ശരിക്കും പൂജയിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ഭസ്മം തൊടാന്ന് പറഞ്ഞാൽ സാധാരണ രാവിലെ ഭസ്മം വെള്ളത്തിൽ ചാലിച്ച് തൊടും, വൈകിട്ട് വെറുതെ വെള്ളം ചാലിക്കാണ്ട് തൊടുന്നൊക്കെയാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ഭസ്മം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ചാരം കത്തിച്ച പൊടിയല്ല ഒറിജിനൽ ഭസ്മം. ഒറിജിനൽ ഭസ്മം ശരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാണകം കത്തിച്ചാണ് ശരിക്കും ഭസ്മം ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് അതൊക്കെ മാറി, അത് പശുവിൻ്റെ ചാണകം തന്നെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ചമത കത്തിച്ചും ഭസ്മം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പൂർവികാചാര്യന്മാർ ഏത് ഹോമത്തിലും ചമത വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചമത കത്തിച്ച് കഴിഞ്ഞുള്ള ചാരമാണ് ഭസ്മമായിട്ട് ഉപയോഗിക്കും. അതേപോലെ ചാണകം കത്തിച്ചുള്ള ഭസ്മം ചാരം ചാണകം കത്തിച്ചുള്ള ചാരം ഭസ്മമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ ചെയ്യുന്നത് ഈ സോമില്ലും പോട്ടെ മറ്റേ അരിമില്ലുകളിലെ റൈസ് മില്ലുകളിൽ കിട്ടുന്ന ഈ ഉമിയാണ് ഇന്ന് ഭസ്മമായിട്ട് വരുന്നത്. ഈ ഉമി അങ്ങ് കെമിക്കലിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ഈ ഭസ്മാവും. അപ്പോൾ ആ ഭസ്മമാണ് ഇന്നിപ്പോൾ ആരുപയോഗിച്ചാലും അത് കിട്ടുള്ളൂ. കാരണം ഒറിജിനൽ രീതിയിലേക്ക് നമ്മളത് പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ റേറ്റ് വരും. അപ്പോൾ ഈ റേറ്റ് വരുമ്പോൾ ആരും അതിന് തയ്യാറാവില്ല. നമുക്കെല്ലാം വില കുറച്ച് കിട്ടണമെന്ന് മാത്രമേ നോക്കുള്ളൂ. അല്ലാതെ ഒറിജിനലാണോ? അപ്പോൾ ഇന്നൊക്കെ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ചാണകം കത്തിച്ച് അല്ലെങ്കിൽ ഈ ചമത കത്തിച്ചൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ മിക്കവാറും കടകളിലൊക്കെ കിട്ടുന്ന ഭസ്മം നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ഭസ്മവും ഈ റൈസ് മില്ലിൽ നിന്ന് കിട്ടുന്ന ഉമി കത്തിച്ചുണ്ടാക്കുന്ന അതിൻ്റെ കെമിക്കലും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഭസ്മമായി. അപ്പോൾ ആ ഭസ്മമാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു സങ്കല്പമാണ്. നമ്മൾ സങ്കല്പിച്ചു ഒറിജിനലാന്ന് അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഒറിജിനൽ ഭസ്മമാക്കുകയാണ് ധരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഗുണമുണ്ടാവും. ഈ
തിലകം ചാർത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, തിലകം ചാർത്തുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഈ ധരിക്കുന്നതിൻ്റെ രീതി മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ദ്രവ്യം, അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒറിജിനലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഗുണമുണ്ടാവും. പിന്നെ ഈ തിലകമൊന്നും ചാർത്തിയില്ല എന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകില്ല. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്ത് ചിലർ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടൊരു ജ്യോത്സ്യനെ കാണാൻ വരുന്നു, പ്രോഗ്രാമിൽ കണ്ടപ്പോഴേ തിലകമൊന്നും ഉണ്ടായില്ല, ഇതേപോലെ ജീവിതത്തിൽ വന്നപ്പോഴും തിലകമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. കാരണം ഞങ്ങളുടെ ഗുരുനാഥനും അങ്ങനെ തിലകം ചാർത്താറുണ്ടായിരുന്നില്ല. ആളും പറയാറതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ ചന്ദനം അരച്ച് തിലകം തൊട്ടിട്ട് മാത്രമേ പൂജാ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ദേവനോട് അടുക്കാണ്. അല്ലാതെ ഇങ്ങനെ തിലകം ചാർത്തണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തന്നെ നമ്മൾ ആ സമയത്തൊന്ന് തിലകം ചാർത്തും, വീടെത്തുമ്പോഴേക്കും മുഖം കഴിയുമ്പോൾ അത് അറിയാതെ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ 24 മണിക്കൂർ, ഇപ്പോൾ ചില തമിഴന്മാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൊത്തം പട്ടയടിച്ച് നടക്കായിരിക്കും. 24 മണിക്കൂറും ഭസ്മമൊക്കെ ധരിച്ച് നടക്കാം. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഒരു ഭക്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുറി വരയ്ക്കുന്നത് ഭക്തിയുടെ അടയാളമൊന്നും ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചിലപ്പോൾ ഉത്തമ ഭക്തന് ഒരു കുറി ഉണ്ടാവില്ല. ഒരു ഭക്തി ഇല്ലാത്തവൻ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് കോമാളി വേഷം പോലെ അവിടെ ഇവിടെയൊക്കെ ചന്ദനവും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കുങ്കുമവും അങ്ങനെ പല രീതിയിലൊക്കെ കാണിക്കും. അതുകൊണ്ട് നമുക്ക് തിലകം ചാർത്തി വരുന്ന ആൾ മാത്രമേ ഭക്തനുള്ളൂ എന്നൊന്നും ഒരിക്കലും ധരിക്കേണ്ട കാര്യമില്ല. കാരണം ചില ആളുകൾ ഇങ്ങനെ കുറിയൊക്കെ എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുതും ഭയങ്കര ഭക്തനാന്ന്. അവൻ ക്ഷേത്രത്തിൻ്റെ ഏഴ് വിളക്കം പോലും കാണുന്നുണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സ്ത്രീകളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, പെൺകുട്ടികളെ, ചെറുപ്പക്കാരാണ് ഈ പെൺകുട്ടികളെയൊക്കെ ഒന്ന് മയക്കാൻ വേണ്ടിയിട്ട് ഈ കുറിയൊക്കെ എടുത്ത് അങ്ങ് തൊട്ട് ഇറങ്ങുമ്പോൾ കരുതും ഓ ഭയങ്കര ഭക്തി. പിന്നെ ഒരു കാവുമുണ്ടും അതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ കരുതും ഭയങ്കര ഭക്തിയെന്ന് കരുതും. അപ്പോൾ നമ്മൾ ധരിക്കുക, ഈ വേഷങ്ങളൊന്നും ഒറിജിനൽ ഭക്തിയുടെ അടയാളമല്ല, അതൊക്കെ വെറുതെ മയക്കുവിദ്യകൾ മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നവർ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തിലകം ചാർത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ചാർത്തുമ്പോൾ ഓം ചാന്ത് കാർത്തിയായനിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ചാർത്തുമ്പോൾ അതിന് ഇത്തിരി കൂടി ബലം കിട്ടും. അതേപോലെ തന്നെ ഒറിജിനൽ ദ്രവ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂവ് ചാലിച്ച് അത് ദേവീനെ സങ്കല്പിച്ച് വൃത്തരൂപത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കൂടുതലുണ്ടാവും. അതേപോലെ ഒറിജിനൽ ചന്ദനം വീട്ടിലരച്ച് ഗോപി അരച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാവും. അതുപോലെ ഭസ്മം ഒറിജിനലായിട്ട് ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ എന്തും ഒറിജിനൽ ഉപയോഗിച്ച് നമ്മുടെ ഭവനത്തിൽ തന്നെ റെഡിയാക്കി തൊട്ടാൽ അതിനൊക്കെ ഗുണമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ തിലകം ചാർത്തുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞവർ തിലകം തിരുനെറ്റിയിൽ മറ്റേ സിന്ദൂരം തൊടും നെറുകയിൽ. അപ്പോൾ അതും ഒറിജിനലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഗുണമുണ്ട്. അപ്പോൾ ഒറിജിനൽ എന്തുപയോഗിച്ചാലും അതിന് അതിൻ്റേതായ ഗുണമുണ്ട്. അതനുസരിച്ച് തന്നെ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. ടെലിഫോൺ കോളിലൂടെയുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതല്ല. അതിനാൽ കത്തുകൾ അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ കുറേ കാലം കൂടി നമ്മളൊരു കൗതുക വാർത്ത എടുത്തതാണ് നമ്മുടെ ഡോർ ടു ഹെൽ എന്നുള്ളത്, അല്ലേ? നരകത്തിലേക്കുള്ള കവാടം. അതെ, സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കുള്ള കവാടമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഗൂഗിളിലെല്ലാം ലഭ്യമാണ്. പല യൂട്യൂബിലാണെങ്കിൽ പല ടൂറിസ്റ്റുകളും ഇട്ടിട്ടുള്ള വീഡിയോസ് തന്നെയുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അതിന്റെ ഒരു ഭയാനക അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം ഭീതിജനകമാണ് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ. ഭീതിജനകമാണ്, പക്ഷെ അത്ര തന്നെ സൗന്ദര്യമുണ്ട്. ആ ഒരു ഓറഞ്ച് വെളിച്ചവും അതൊരു പ്രത്യേകതരം രസമാണ്. ഇപ്പോൾ എന്താണ്, എല്ലാ തരത്തിലും അഡ്വഞ്ചർ ടൂറിസ്റ്റുകൾ ഇപ്പോൾ എന്താണ് വോൾക്കാനിക് മൗണ്ടൻസിൽ പോകാറുണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഇത് സീ ടൈഡ്സ് സർഫ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ആൾക്കാർ ശരിക്കും അഡ്വഞ്ചർ തേടി പോകുമ്പോൾ ഇത്തിരി കൂടെ ഭംഗിയും കൂടെ ഉള്ള ഒരു അഡ്വഞ്ചർ എന്നുള്ള നിലയിലാണ് ഈ ടർക്ക്മെനിസ്ഥാനിലെ ഈ സ്ഥലത്തിലേക്ക് ആൾക്കാർ പോകുന്നത്. വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വിസയുടെ സ്റ്റാമ്പിങ്ങും ഒക്കെ അവർ നേടുന്നത്. എന്നിട്ടാണ് അവർ അവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം പങ്കുവെച്ചുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങൾ വിടവാങ്ങുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.